വരുന്നവൻ്റെ ഫോട്ടോ മറ്റോ ഉണ്ടോ കയ്യിൽ? അവൻ്റെ ഫോട്ടോയുടെ ആവശ്യമില്ല. അവൻ വന്നാൽ ഈ ബാംഗ്ലൂർ മൊത്തം അറിയും. KGF മൂവിയിലെ ഒരു പ്രധാന ഡയലോഗാണിത്. മണിക്കൂറുകൾക്ക് മുമ്പ് എംബാപ്പയും ഹാളൻഡും അതിനു മുകളിൽ മെസ്സി കഥയുമായിരുന്നു ഹൈലൈറ്റ്. എന്നാൽ എക്കാലത്തെയും പോലെ വിമർശനങ്ങൾ കുച്ചിയിൽ ചവിട്ടി തിരിച്ചു വരുന്ന കാഴ്ചയിൽ ലോകം അയാളിലേക്ക് മാത്രമായി അങ്ങ് ചുരുങ്ങും. എന്തൊരു സുഖമുള്ള കാഴ്ചയാണത്. അന്നേരം വരെ ഉയർന്നു കേട്ടതും ആഘോഷിച്ചതുമെല്ലാം അതിൽ അടങ്ങി അങ്ങ് നിശബ്ദമാകും. സർവ്വ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും വിമർശകരും വരെ അയാളുടെ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ, അല്ല ആ റൊണോ ചോടിൻ്റെ ഹാങ്ങിൽ അകപ്പെട്ടു പോകും. അങ്ങനെയൊരു വല്ലാത്തൊരു കഥയാണ് അയാളുടേത്. നാശം കാണാൻ നിൽക്കുന്നവർക്ക് മുന്നിൽ എത്ര തവണയാണിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും തെല്ലൊന്നു മങ്ങിയാൽ അവസാനിക്കാത്ത പരിഹാസം. അത് നിരന്തരം അയാളെ മനസ്സാവരിച്ച് ജീവിക്കുന്നവരെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അയാളെ വിശ്വസിച്ച് ജീവിക്കുന്നവർ ശിരസ് താഴ്ത്തി നടക്കാൻ പാടില്ല എന്നൊരു വാശി കൂടിയുണ്ട് ഇത്തരം മറുപടികൾക്ക് പിന്നിൽ എക്കാലത്തും. അതിനേക്കാളേറെ തോൽക്കാൻ മനസ്സിലാത്തവൻ്റെ ധാർഷ്ട്യവും. അത് ഇത് റൊണാൾഡോയാണ്. അയാൾ ഇങ്ങനെയാണ്. ഇത്രയും വലിയൊരു വേദിയിൽ നരവീണ ഈ 41-ാം നാളിലും അനുഭവിച്ച പരിഹാസങ്ങൾക്ക് മുകളിൽ ഉദിച്ചു നിന്നാൽ പോലും അംഗീകരിക്കാത്തവരുണ്ടാകും. ഈ ഒരു ഗോൾ അടിച്ചതിനാണ് എന്ന് പുലമ്പി അവർ നടക്കും. ഈ പ്രായത്തിൽ ഇയാളിനി എന്ത് കാട്ടാനാണെന്ന് വരെ പുച്ഛിക്കും. അതങ്ങനെയാണല്ലോ. പക്ഷെ അയാൾക്കിത് ശീലമായിട്ട് 20 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു കഥയുണ്ട്, ഞാനത് ഓർമ്മിപ്പിക്കാം. ജൂൺ 22, 2016 യൂറോ കപ്പ് വേദി. പോർച്ചുഗൽ ഹംഗറി മത്സരം. ആദ്യ 2 കളികളിലും ജയിക്കാനാവാതെ നിൽക്കെ ഗ്രൂപ്പിലെ 3ാമത്തെയും അവസാനത്തെയും പോരാട്ടമായി ഈ മത്സരത്തിൽ കൂടി തോൽവി ഏറ്റുവാങ്ങിയാൽ യൂറോ കപ്പിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വരും. ഈ ടൂർണമെൻറ്റിൽ നിന്നോളം 23 ഷോട്ടുകൾ എടുത്തിട്ട് പോലും ഗോൾ നേടാനാവാതെയും 2ാമത്തെ കളിയിൽ പെനാൽറ്റി പോലും പാഴാക്കിയും നിൽക്കെ അയാൾക്ക് മുകളിൽ പ്രതിസന്ധികൾ ഏറെ കഠിനമായി കുമിഞ്ഞു കൂടുന്നുണ്ടായിരുന്നു. പോർച്ചുഗലിന് കിട്ടാവുന്ന ഏറ്റവും മോശം തുടക്കം കൂടിയായിരുന്നു അത്. അതിൻ്റെ പഴി മുഴുവൻ എന്നത്തെയും പോലെ അയാളുടെ ചുമലിലും പറ്റിപ്പിടിക്കുന്നുണ്ട്. അതിനു മുകളിലാണ് ആദ്യ പകുതിയിൽ 19-ാം മിനിറ്റിൽ ഹംഗറിയുടെ ആദ്യ ഗോൾ വരുന്നത്. എന്നാൽ ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ അകലെ നിൽക്കെ റൊണോയ്ക്ക് കിട്ടിയ പാസ് 4 പേരുടെ നടുവിൽ കൂടി നൽകിയ അസിസ്റ്റിൽ നാനിയുടെ ഗോൾ ആശ്വാസമാകുന്നുണ്ട്. 2ാം പകുതിയുടെ തുടക്കം പോലും പോർച്ചുഗലിന് മോശം തന്നെയായിരുന്നു. സുബ്സാക്കിൻ്റെ ഫ്രീ കിക്ക് ഗോളിൽ വീണ്ടും പറങ്കിപ്പട പിന്നിലാകുന്നുണ്ട്. പക്ഷേ അതിനുള്ള മറുപടി റൊണോ ഒരുക്കി വെക്കുന്നത് അത്രയേറെ അവർണ്ണീയമായിട്ടായിരുന്നു. ജാവോ മറിയുടെ ലോ ക്രോസിൽ ഒരു അത്ഭുത ബാക്ക് ഹിൽ ഗോൾ. അങ്ങനെയൊന്ന് റൊണാൾഡോയ്ക്കല്ലാതെ മറ്റൊരു താരത്തിന് കഴിയുമെന്ന് പറയാൻ വളരെ പ്രയാസമായിരുന്നു. അത്തരം ജീനിയസ് മൂവ്മെൻ്റ് ആയിരുന്നു അത്. പക്ഷേ അവിടം കൊണ്ടൊന്നും കഥ അവസാനിച്ചിരുന്നില്ല. ഗോൾ നേടി മിനിറ്റുകൾക്കകം തന്നെ സുബ്സാക്കിൻ്റെ ഷോട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഹംഗറിയുടെ 3ാം ഗോൾ വരുന്നുണ്ട്. അതോടെ പറങ്കിപ്പടയുടെ സ്വപ്നങ്ങൾ അപ്പാടെ തകർന്നുവെന്ന് പലരും കരുതിയിരുന്നു. ഫാൻസ് നിശബ്ദത ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ തോറ്റുകൊടുക്കാൻ റൊണോ തയ്യാറായിരുന്നില്ല. ശൂന്യതയിലേക്ക് ഉയർന്ന ഗരീസ്മയുടെ ക്രോസ് ബോളിലേക്ക് എത്താൻ കഴിയുന്നത്ര റീച്ചിൽ ചാടിക്കൊണ്ട് മുൻവിധികളെ തീർത്ത് കളയും തരം ഒരു ഹെഡർ ഗോൾ പിറക്കുന്നുണ്ട്. അതോടെ പറങ്കിപ്പട സമനില നേടി ഗ്രൂപ്പിൽ 3ാം സ്ഥാനക്കാരായി അടുത്ത റൗണ്ടിലേക്ക് വരെ പ്രവേശിച്ചു. സംശയങ്ങൾ ഏതും തന്നെയില്ല. 2 ഗോളും അസിസ്റ്റും നേടിയ അയാൾ തന്നെയായിരുന്നു കളിയിലെ കേമൻ. ആ അവസ്മരണീയമായ പ്രകടനങ്ങൾക്ക് 10 വർഷം തികയുകയാണ്. 2016-ൽ റൊണാൾഡോ ഇല്ലെങ്കിലും കപ്പടിച്ചെന്നും അഥവാ ഫൈനലിൽ അയാൾ ഗോളടിച്ചിട്ടില്ല എന്നും പറയുന്നവർക്ക് കാര്യങ്ങളെല്ലാം ഈസിയായി വിവരിക്കാം. പക്ഷേ അയാളുടെ ചുമലിൽ നിന്നുകൊണ്ടാണ് പോർച്ചുഗൽ ആ കിരീടം പോലും നേടിയെടുക്കുന്നത്. ഇങ്ങനെയാണ് പോർച്ചുഗലിൻ്റെ എല്ലാ ചരിത്രവും. ഇങ്ങനെ തന്നെയാണ് ഇന്നോളമുള്ള ചരിത്രവും. അത് അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന പലരും വായാട്ടം നടത്തുമ്പോൾ റിയാലിറ്റി റീച്ച് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ 2016 യൂറോ കപ്പ് നേടിയപ്പോൾ പോലും അന്നവർ വാദിച്ച് നടന്നിരുന്ന ക്രൈറ്റീരിയകൾ പോലും ഭേദിച്ചു കഴിഞ്ഞിട്ടും സമ്മതിക്കാത്ത തലമുറയോടാണ് ഇന്നും സംവാദിച്ചു കൊണ്ടിരിക്കുന്നത്. കൈയടിക്കാനും അംഗീകരിക്കാനും മടി കാണിച്ചിരുന്ന കാരണവന്മാരോടും പുച്ഛം കാണിച്ചിരുന്ന ന്യൂജൻ യുവാക്കളോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അയാൾ ചെയ്തു വെച്ചതൊക്കെയും നിങ്ങളോട് സംവാദിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ മുതൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുഴിയെടുത്ത് മൂടേണ്ടി വരും. അതിൽ ഒട്ടും സംശയിക്കാനില്ല.
ഇനി ഇതാ ഈ അവസാന വേൾഡ് കപ്പ് യാത്ര. ഇവിടെ എവിടം വരെ പോകുമെന്നും അറിയില്ല. വലിയ പോരാട്ടങ്ങളാണ് അയാളെ കാത്തിരിക്കുന്നത്. നേരിടേണ്ടി വരുന്നതോ വലിയ ടീമുകളെയും. പക്ഷേ എപ്പോഴും എല്ലാം മറികടന്ന അവസാന വേദിയിലങ്ങ് പ്രസാദിച്ചു നിൽക്കുന്നത് കാണണമെന്നാണ് മോഹം. അതിനായാണ് ഈ അവസാനത്തെ തപസ്സും. അതേ റോണോ, പരിഹസിക്കുന്നവർ തുടർന്നു കൊണ്ടേയിരിക്കട്ടെ. നരവീണ നാളുകളിൽ അമരത്വം കൊണ്ട് പോരാടുന്ന ഇന്നിൻ്റെ റോണോയെ മാത്രമേ ഇന്നത്തെ പൈതങ്ങൾക്കറിയൂ. ഇക്കമാർ പറഞ്ഞു തന്ന അറിവുകളും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ചാച്ചിപ്പിറ്റിയുമാണ് തലച്ചോറ് നിറച്ചും. അതിനെ വാദിച്ച് ജയിക്കുവാൻ ഒരു കാലത്തും ഞങ്ങൾക്കാവില്ല. പക്ഷേ നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു വളർന്ന ഒരു തലമുറ നിന്റെ വിജയത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാകണം പൂർണ്ണതയെ പ്രാപിക്കേണ്ടതും. ജസ്റ്റ് ഡു ഇറ്റ് റോണോ, നിന്റെ ഒടുക്കവും. ഒരുപാട് മനുഷ്യായുസ്സുകൾ ആ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്.